നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മെ ഒത്തിരി ബലപ്പെടുത്തും. ദൈവത്തിൻ്റെ വചനം ആ, അത് നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്, നമ്മെ സൗഖ്യമാക്കുന്നതാണ്, നമുക്ക് ആന്തരിക വിടുതൽ ഒരുക്കി തരുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. അല്പസമയത്തെ ദൈവിക ആലോചനയ്ക്കായിട്ട് നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, അതിൽ നിന്ന് ദൈവത്തിൻ്റെ ആലോചന നിങ്ങളോട് അറിയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എല്ലാ വാക്യങ്ങളും ഇപ്പോൾ വായിക്കണ്ട, ഞാൻ പറയുമ്പോൾ ഓരോ വാക്യങ്ങൾ നമുക്ക് ഉദ്ധരിച്ച് വായിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ഇടയായി തീരട്ടെ. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വേദഭാഗം സംസാരിക്കുമ്പോൾ യെശയ്യാ പ്രവാചകനെ കുറിച്ചൊരു വാക്ക് ഓർപ്പിച്ചിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ്. മാത്രവുമല്ല, ഇസ്രായേൽ ദീർഘമേറിയ സമയം പ്രവചന ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരു പ്രവാചകൻ കൂടിയാണ്. നമുക്ക് യെശയ്യാ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ തന്നെ അറിയാം, ഒരു കാലഘട്ടത്തിൽ അടുത്ത കാലഘട്ടം, ഒരു പ്രവാസത്തിന് മുമ്പ് മുതൽ പ്രവാസത്തിലും പ്രവാസാനന്തരം വരെ പോയിട്ടുള്ള ഒരു ദൈർഘ്യമുള്ള ഒരു പ്രവചന പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. എന്നാൽ വേദപഠിതാക്കളുടെയൊക്കെ അഭിപ്രായത്തിൽ ഒരു പ്രവാചകനായി യെശയ്യാവ് തന്നെയല്ല, ഇതിനകത്ത് യെശയ്യാവിൻ്റെ ശിഷ്യന്മാർ ഉൾപ്പെടെയുള്ളവരെല്ലാം പ്രവചന ശുശ്രൂഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് യെശയ്യാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലല്ല എന്നൊക്കെ അഭിപ്രായങ്ങളും ചിന്തകളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മുടെ ഇന്നത്തെ ഈ പകൽക്കാലത്തെ ചിന്തയല്ല. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. എന്നാൽ നമ്മൾ ഇന്ന് ഈ പകൽക്കാലം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 6-ാം അധ്യായം ഇറ്റ്സ് ലൈക്ക് എ ട്രാൻസിഷൻ ഓഫ് എ മേജർ സെഷൻ, അല്ലെങ്കിൽ വലിയൊരു ഒരു ഘട്ടത്തെ മാറ്റിമറിക്കുന്ന ഒരു വാക്യമാണ് 6-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അത് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ, ഇൻ ദ ഇയർ ഓഫ് ദ കിങ് ഉസിയാസ് ഡെത്ത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇവിടെ നമ്മെ ഓർപ്പിക്കുമ്പോൾ ഉസിയ രാജാവിൻ്റെ മരണം സംതിങ് ഓർ ഇറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് തിങ് ഹാപ്പൻഡ് ഇൻ ദ ലൈഫ് ഓഫ് ദി പ്രോഫറ്റ് യെശയ്യ ആസ് വെൽ ആസ് ഇൻ ദ ലൈഫ് ഓഫ് എൻറ്റയർ ഇസ്രായേൽ. ഇസ്രായേൽ ജനത്തേക്ക് ദൈവം ഓരോ രാജാക്കന്മാരെ നിയമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോരോ രാജാക്കന്മാരെ കാലാകാലങ്ങളിൽ ദൈവം നിയോഗിക്കും. ചില രാജാക്കന്മാർ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവിക ഭക്തിയിൽ ജീവിച്ചവരുണ്ട്. എന്നാൽ ചിലർ ദൈവികമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൊന്നും നടക്കാതെ ആഹാവിനെ പോലുള്ളവരൊക്കെ പ്രവാചകനെയും പ്രവാചകൻ്റെ ആലോചനകൾക്കൊക്കെ എതിരെ നിൽക്കുന്ന രാജാക്കന്മാരും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉസിയ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ, ഉസിയ രാജാവ് ഹി വാസ് എ വെരി പയസ് ആൻഡ് എ റിലീജിയസ് സ്പിരിച്വൽ കിങ്. ഒത്തിരി കാര്യങ്ങൾക്ക് യെശയ്യാവിന് ഒത്തിരി പ്രോത്സാഹനം കൊടുത്തിട്ടുള്ള ഒരു രാജാവാണ് ഉസിയാവ് എൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിന് ഒത്തിരി അഭിവൃദ്ധിയും സമൃദ്ധിയും പ്രോസ്പെരിറ്റി ആൻഡ് അങ്ങനെയുള്ള വെൽത്ത് എല്ലാം ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ് ഉസിയാവിൻ്റെ കാലഘട്ടം. സോ ഇറ്റ് വാസ് എ സ്പ്ലെൻഡിഡ് ടൈം ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ വൈൽ ഓർ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഉസിയാവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. സോ ആസ് എ പ്രോഫറ്റ് യെശയ്യാവ് he had a great privilege to be under the rules or kingship or reign of ഉസിയ രാജാവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ശുശ്രൂഷ ചെയ്യാൻ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു യെശയ്യാവ്. ഞാൻ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയും കൂടെ ചിന്തിക്കുകയാണ്, അത് തെറ്റോ ശരിയോ എന്ന് എനിക്കറിയത്തില്ല. യെശയ്യാ പ്രവാചകൻ ഹി വാസ് ലിവിങ് അണ്ടർ ദി കംഫർട്ട് സോൺ ഓഫ് ദി റെയിൻ ഓഫ് ഉസിയ. കാരണം പ്രവാചകനെ വളരെയധികമായി ആദരിക്കുന്ന ഒരു രാജാവ്, ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ആത്മീയ കാഴ്ചപ്പാട് നിലനിർത്തിയിരുന്ന രാജാവ്, അങ്ങനെ ഒരു പരിസ്ഥിതിയിൽ ഇറ്റ് മൈറ്റ് ബി എ പോസിബിലിറ്റി ദാറ്റ് യെശയ്യാ മൈറ്റ് ഹാവ്
ലീൻഡ് ടുവേഴ്സ് ഉസിയാവിൻ്റെ അടുക്കിലേക്ക് ഒത്തിരി ആശ്രയിച്ച് പോയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഒരുപക്ഷെ നമുക്ക് അനുമാനിക്കാം. സോ യെശയ്യാവിന് ശുശ്രൂഷിക്കാനുള്ള നല്ല കോണ്ടെക്സ്റ്റ്, നല്ല അവസരം, നല്ല സാഹചര്യം ഉസിയാവിൻ്റെ കാലഘട്ടത്തിലുണ്ടായി. മാത്രമല്ല യെശയ്യാവിന് വളരെ ധൈര്യത്തോടെ ആരോട് വേണേലും ദൂത് പ്രവചനവും ഒക്കെ വിളിച്ചു പറയാം. ബിക്കോസ് ദ കിങ് ഹിംസെൽഫ് ഈസ് ഗിവിങ് എ ഫുൾ or 100% സപ്പോർട്ട് ടു യെശയ്യാവിന് രാജാവ് തന്നെ 100% സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം. സോ യെശയ്യാ വുഡ് ബി മോർ പ്രൗഡ് ഓഫ് വാട്ട് ഹി ഈസ് ഡൂയിങ് ബിക്കോസ് ദ കിങ് ഹിംസെൽഫ് ഈസ് ഗിവിങ് മീ 100% സപ്പോർട്ട്. അപ്പോൾ അങ്ങനെ രാജാവിൻ്റെ ഒരു ആശീർവാദത്തോടു കൂടി ശുശ്രൂഷകളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന യെശയ്യാവിന് പ്രൈസ് ദി ലോർഡ് ഒരു പക്ഷേ രാജാവിൻ്റെ ഇംഗിതങ്ങൾക്കും രാജാവിൻ്റെ ഇഷ്ടങ്ങൾക്കും ഒരു പക്ഷേ വശംബദനാകേണ്ടി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ബിക്കോസ് രാജാവിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രവാചകൻ, രാജാവും പ്രവാചകനും വളരെ കൈയോട് ചേർന്ന് നിൽക്കുന്ന സമയം. സോ യെശയ്യാവിനൊരു രാജാവിനോടുള്ളൊരു അഫിനിറ്റിയും രാജാവിനോടുള്ള ഒരു കൂറും പ്രതിബദ്ധത നിമിത്തമായി ഒരുപക്ഷെ തൻ്റെ ശുശ്രൂഷകളെയൊക്കെ രാജാവിൻ്റെ ഈ ഒരു വാഴ്ച സ്വാധീനിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെയും ഈ 6-ാമത്തെ അധ്യായം തുടക്കുന്നത് ഇറ്റ്സ് എ ബ്രേക്ക് ത്രൂ. അവിടെ വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിക്കൊണ്ടാണ് 6-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവാത്മാവ് ഉസിയാവ് മരിച്ച ആണ്ടിൽ. So that brought a great shift in the life of Israel as well as in the life of Yesaya. അപ്പോൾ യെശയ്യാവ് അതുവരെയും പ്രൈസ് ദി ലോർഡ് ഉസിയാവിൻ്റെ സപ്പോർട്ടും തണലിലും ശുശ്രൂഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ഉസിയാവിന് ഒരു സുപ്രഭാതത്തിൽ he was being alone. അവൻ താൻ ഒറ്റയ്ക്കായി തന്നെ ആശ്രയിച്ചുകൊണ്ടിരുന്നതായ അല്ലെങ്കിൽ താൻ ആശ്രയിച്ചുകൊണ്ടിരുന്നതായ രാജാവ് ഇല്ല. അപ്പോൾ യെശയ്യാവിൻ്റെ ഒരു മിനിസ്ട്രിയുടെ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. കാരണം ഹി ഹാഡ് എ മിനിസ്ട്രി പ്രീവിയസ് ടു ഉസിയ ആൻഡ് പോസ്റ്റ് ടു ഉസിയാവിന് മുൻപും ഉസിയാവിന് ശേഷവും എന്നുള്ളൊരു കാലഘട്ടത്തിൽ യെശയ്യാവിൻ്റെ ശുശ്രൂഷയെ നമുക്ക് വേണമെങ്കിൽ തരംതിരിച്ച് കാണാം. സോ ദ ടൈം ബിഫോർ ഉസിയ വാസ് എ അപ്പ് ടൈം. തൻ്റെ ജീവിതത്തിലെ വലിയൊരു സ്പ്ലെൻഡിഡ് ആൻഡ് പ്രോസ്പെറസ് സമയമായിരുന്നു. എന്നാൽ ഉസിയാവ് മരിച്ചയാണ്ടിൽ ഹീ വാസ് ബീൻ എലോൺ. തൻ്റെ ജീവിതത്തിൽ തൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന രാജാവില്ലാത്തൊരു കാലഘട്ടത്തിലേക്കുണ്ടായി. സോ തനിക്ക് തന്നെ അറിയത്തില്ല, ദൈവമേ ഇനി എൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇനി എങ്ങനെയാണ് എനിക്ക് എൻ്റെ ശുശ്രൂഷ മുന്നോട്ട് നയിക്കാനായിട്ട് കഴിയുന്നത്. സോ ഇറ്റ് കംസ് എൻ എ പീരീഡ് വേർ യെശയ്യാസ് അറ്റൻഷൻ വാസ് ഡിറക്റ്റഡ് ഫ്രം ഓർ ഡൈവേർട്ടഡ് ഫ്രം ഉസിയ ടു ഗോഡ്. വാസ്തവത്തിൽ ഉസിയ രാജാവിൽ നിന്ന് യെശയ്യാവിൻ്റെ അറ്റൻഷനും യെശയ്യാവിൻ്റെ ശ്രദ്ധ മുഴുവനും പ്രൈസ് ദി ലോർഡ് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നൊരു സാഹചര്യത്തിലേക്കുണ്ടായി. അതാണ് 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ഉസിയാവ് മരിച്ചയാണ്ടിൽ യെശയ്യാവിനൊരു ദർശനമുണ്ടാകുന്നു. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ഒരാളെ കണ്ടു. സോ അതുവരെയും he was not that aware about the godly realm. ദൈവികമായ അനുഭവത്തെക്കുറിച്ചൊന്നും യെശയ്യാവ് അത്ര സീരിയസ് ആയിട്ട് കണ്ടില്ല. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഒരു ഉസിയാവിൻ്റെ മരണം, ഉസിയാവിൻ്റെ ഇല്ലായ്മ തന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനായിട്ടിടയായി തീർന്നു. ഇന്ന് ഈ പകൽക്കാലം ഞാൻ ഈ ആലോചനകൾ നിങ്ങളോട് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തിൻ്റെ ഒരു വലിയ അനുഭവം വർദ്ധിപ്പിക്കാനായിട്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ വി ഹാവ് സം അപ്പ് ടൈംസ്, നമുക്ക് നല്ല കാലം ഉണ്ടായിരുന്നേക്കാം. എന്നാൽ വി ഓൾസോ ഹാവ് സം ഡൗൺ ടൈംസ്. നമ്മുടെ ഇല്ലായ്മകളുടെയും ശൂന്യതയുടെയും നമ്മുടെ ആശ്രയങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ശൂന്യമാക്കപ്പെടുന്ന, നമ്മുടേതായ അവസ്ഥകൾക്കെല്ലാം ഒത്തിരി ഡൗൺ ആയിട്ട് പോകുന്ന, താഴേട്ട് പതിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. സോ ഈ രണ്ട് സാഹചര്യങ്ങളും യെശയ്യാവിനുണ്ടായി.
സോ യെശയ്യാവിന് ഉസിയ രാജാവിൻ്റെ ഒരു കാലഘട്ടമുണ്ടായി. എന്നാൽ ഉസിയ രാജാവിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് ഹി വാസ് അവെയർ ദാറ്റ് ഐ ഡോണ്ട് നീഡ് ടു ലുക്ക് ഓൺ ഉസയ്യാവല്ല എന്നെ നടത്തുന്നത്, ഐ ഹാവ് ടു ലുക്ക് അപ്പോൺ. ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തിയപ്പോൾ കണ്ടു ഉയർന്നും പൊങ്ങിയുമുള്ളൊരു സിംഹാസനം. സോ അവിടെ യെശയ്യാവ് കണ്ടത്, അല്ലെങ്കിൽ യെശയ്യാവ് കണ്ടതാണ് നമ്മുടെയും കാഴ്ചയാകേണ്ടതെന്ന് ഒന്നാമത് ഞാൻ ഓർപ്പിക്കുന്നു. സോ വി നീഡ് ടു സീ വാട്ട് യെശയ്യാ സോ, വി നീഡ് ടു ലുക്ക് വാട്ട് യെശയ്യാ ഹാഡ് സീൻ. എന്താണ് യെശയ്യാവ് കണ്ടത്? ഹി സോ ദി ഗോഡ്സ് പൊസിഷൻ. ദൈവത്തിൻ്റെ ഒരു വലിയ സ്ഥാനം താൻ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉയർന്നും പൊങ്ങിയും ഉള്ളൊരു സിംഹാസനത്തിൽ. യെശയ്യാവ് അതുവരെയും കണ്ടത് ഉസിയാവിൻ്റെ സിംഹാസനമാണ്. ഉസിയാവിൻ്റെ ലോകത്തിലുള്ള ഒരു സിംഹാസനത്തെയാണ് അതുവരെയും യെശയ്യാവ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ യെശയ്യാവ് മരിച്ചപ്പോൾ അതിനെക്കാട്ടിൽ ശ്രേഷ്ഠമായ ഒരു സിംഹാസനത്തിൽ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന ഒരു ദൈവത്തെ കാണാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉസിയാവിനെ മാറ്റേണ്ടി വന്നു യെശയ്യാവിനെ സ്വർഗത്തിൻ്റെ ദർശനം കാണിക്കാനായി. മനസ്സിലാകുന്നുണ്ടോ? ഉസിയാവിനെ മാറ്റേണ്ടി വന്നു യെശയ്യാവിന് ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനം കാണാൻ അവസരം ഒരുക്കപ്പെടേണ്ടതിന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് ചിലപ്പോൾ നമ്മുടെ എർത്തിലി അഫിനിറ്റീസ് ചിലത് മാറുമ്പോഴാണ് സ്വർഗത്തിനെ കുറിച്ചുള്ള ദർശനം നമുക്ക് കാണാൻ കഴിയുന്നത്. യോബിൻ്റെ ജീവിതത്തിലും അതാണ് സംഭവിച്ചത്. യോബിൻ്റെ ജീവിതത്തിൽ തൻ്റെ അനുഭവങ്ങൾ, തൻ്റെ ലോകപ്രകാരമുള്ളത് സകലത് മാറിയപ്പോൾ അവൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുത്ത് ചെല്ലുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ തിന്മയ്ക്കായിട്ടല്ല, മറിച്ച് നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനായിട്ട്. യെശയ്യാവിന് ഒരുപക്ഷെ തോന്നിക്കാണും, യെസ് മൈ മിനിസ്ട്രി ഈസ് ഓവർ, എൻ്റെ ശുശ്രൂഷ അവസാനിച്ചു, ബിക്കോസ് ഉസിയ ഈസ് നോ മോർ. ഉസിയാവിനി ഇല്ല, അതുകൊണ്ട് എനിക്കിനി ശുശ്രൂഷ ഇല്ലെന്ന് വിചാരിച്ച് കാണും. എന്നാൽ ഉസിയാവിന് ഒരു കാര്യം മനസ്സിലായി, അല്ല, ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിനെ കാട്ടിലും എനിക്കൊരു ദർശനമുണ്ടായി. ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവനുണ്ട്. There is one God who is still reigning on high. Praise the Lord. ഗോഡ് ഈസ് സ്റ്റിൽ ഇൻ കൺട്രോൾ എന്ന് മനസ്സിലായി. ഉസിയാവ് പോട്ടെ, 1000 ഉസിയാവ് മാറട്ടെ, 1000 രാജാക്കന്മാർ എൻ്റെ സപ്പോർട്ടിന് ഇല്ലാതാകട്ടെ, സ്റ്റിൽ ഐ റിലേ that there would be a God who is still reigning on, who is still alive, who is still in control. Praise the Lord. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല ഉസിയാവ് മാറുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും. മീൻസ് നമ്മുടെ സ്ട്രോങ് ഹോൾഡ്സ് മാറുമ്പോൾ, നമ്മുടെ ആശ്രയ കേന്ദ്രങ്ങൾ മാറുമ്പോൾ, നമ്മുടെ സപ്പോർട്ടുകൾ മാറുമ്പോൾ നമ്മൾ ഒത്തിരി ഭാരപ്പെടാറുണ്ട്. എന്നാൽ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, there is a God still in control. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സകലത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. So he saw the God's position, something very elevated than the position of Uzziah. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവനെ കണ്ടു. മാത്രമല്ല, ദൈവത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി ഇപ്പോഴാണ് യെശയ്യാവ് കാണുന്നത്. അതെന്താ കാണുന്നത് അറിയാമോ? 2ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. സാറാഫുകൾ അവന് ചുറ്റും നിന്നു, ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാല് മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആർത്തു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സോ ഉസിയാവിനെ ആയിരുന്നു രാജാവ് എ വൺ ഗുഡ് കിങ് എന്ന് കണ്ടിരുന്നത്. എന്നാൽ ഉസിയാവ് മരിച്ചപ്പോൾ മനസ്സിലായി, ഉസിയാവിനെക്കാട്ടിലും പരിശുദ്ധനായ ഒരുവനുണ്ട്. The Lord one is holy is there. Uzziah would be a good king. അദ്ദേഹം നല്ല രാജാവായിരുന്നു. ദേശത്തിന് വളരെ സമൃദ്ധി ഉണ്ടായി, ദേശത്തിന് ആത്മീയ പുരോഗതി ഉണ്ടായി, അതെല്ലാം സംഭവിച്ചു. എന്നാൽ പരിശുദ്ധിയിൽ ഇരിക്കുന്ന ഒരുവനെ എനിക്ക് കാണാൻ കഴിഞ്ഞത് when Uzziah was missing. ഉസിയാവ് ഇല്ലാതിരുന്നപ്പോഴാണ് പരിശുദ്ധിയിൽ നിൽക്കുന്ന ഒരുവനെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. മാത്രവുമല്ല, യെശയ്യാവ്
യെശയ്യാവിന് ഒരു കാര്യം കൂടെ ഉറപ്പിച്ചു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മോസ്റ്റ് റെവറൻസ് ആൻഡ് ഗ്ലോറി കൊടുക്കേണ്ട ഒരുവൻ ഈ രാജാവല്ല, മറിച്ച് എൻ്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുവരെയും രാജാവിനെ നോക്കി, രാജാവേ നീ ശക്തിമാനാണ്, രാജാവേ നീ ഉന്നതനാണ്, രാജാവേ നീ സകല പുകഴ്ചയ്ക്കും യോഗ്യനാണെന്നൊക്കെ പറയുന്ന ഒരു അഫിനിറ്റി യെശയ്യാവിന് ഉണ്ടായിരുന്നേക്കാം. എന്നാൽ ഉസ്സയ്യാവ് മരിച്ചപ്പോഴാണ് യെശയ്യാവിന് മനസ്സിലായത്, അല്ല, ഈ രാജാവിനെക്കാട്ടിലും പരിശുദ്ധനായ ഒരുവനുണ്ട്, ഈ രാജാവിനെക്കാട്ടിൽ വിശുദ്ധിയിലിരിക്കുന്ന ഒരുവനുണ്ട്, സകല പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനായ ഒരുവനുണ്ട്. അവിടെ കണ്ട കാഴ്ച ഇതാണ്. സാറാഫുകൾ ഹല്ലേലൂയ അവരുടെ ചുറ്റിനും നിന്നുകൊണ്ട്, ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഓരോ ചിറകൾ, ഈ 2 ചിറകൾ, ഒന്നുകൊണ്ട് മുഖം മൂടി, ഒന്നുകൊണ്ട് പറന്ന്, ഒന്നുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ അതിനെ ചിറക് കൊണ്ട് എന്ത് ചെയ്തു, 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഹോളി ഹോളി ഹോളി, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അതുവരെയും യെശയ്യാവ് കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നതനും ഉയർന്നവനുമായിരുന്നത് ഉസിയാവായിരുന്നു. എന്നാൽ ഉസിയാവ് മരിച്ചപ്പോൾ ഒരു കാര്യം തനിക്ക് മനസ്സിലായി, എൻ്റെ ബഹുമാനവും എൻ്റെ പുകഴ്ചയും എൻ്റെ ആദരവും മുഴുവനും നൽകേണ്ട ഒരുവനുണ്ട്, അവൻ പരിശുദ്ധൻ, ഉയരത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ, നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അവർ ഡ്യൂട്ടി ഈസ് ടു ഹെയിൽ ഓർ ഹോണർ ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒരു വിഘ്നവും ഉണ്ടാകരുത്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വത്തിന് ഒരു കുറവും സംഭവിക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ടതായ ഹല്ലേലൂയ സകല ബഹുമാനത്തിനും ഒരു കുറവും ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം മാത്രമാണ് നമ്മുടെ സ്തുതികൾക്കും നമ്മുടെ പുകഴ്ചയ്ക്കും യോഗ്യൻ. ഒരുപക്ഷെ ലോകത്തിൽ നമ്മെ സഹായിക്കാൻ പലരുണ്ടാകാം. ലോകത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകാം. പാസ്റ്റർ നിങ്ങളുടെ ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ഒരുപക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. എന്നാൽ പാസ്റ്ററിനല്ല സകല ബഹുമാനവും ആദരവും ചെല്ലേണ്ടത്. ഹല്ലേലൂയ. എന്നെക്കാട്ടിൽ ഉയർന്നവനായിരിക്കുന്ന ഒരു കർത്താവുണ്ട്, ഒരു ദൈവമുണ്ട്. ഹി ഈസ് ദ വൺ ഹു ഡിസേർവ്സ് ഓൾ ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മാത്രവുമല്ല, അവിടെ കാണുന്ന ഒരു കാഴ്ച, അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. അവിടെ എന്തുണ്ടായി, മഹത്വം കൊണ്ട് എന്ത് ചെയ്തു, ഒരുത്തനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, നിറഞ്ഞിരുന്നു. അടുത്തൊരു കാര്യം കൂടെ വായിക്കുന്നത്, അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. പഴയ നിയമത്തിൽ ഈ പുക കൊണ്ട് നിറയുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വന്ന് നിറയുന്നതിനെയാണ് ഈ ഫില്ലിങ്. ആലയത്തിൽ പുക കൊണ്ട് നിറയുക എന്ന് പറയുന്നത് ഈസ് ഇൻസെൻസ്. ആ ദൈവത്തിന് വഴിപാട് അർപ്പിക്കുമ്പോൾ ആ യാഗപീഠത്തിൽ നിന്ന് ഉയർന്നു പോകുന്ന തീയും പുകയും, ആ പുക ആലയത്തിൽ നിറയുമ്പോൾ, പഴയ നിയമ ആലയത്തിൻ്റെ സംവിധാനത്തിൽ ഈ പുക നിറയുന്നത് എന്തിൻ്റെ സിമ്പലാണെന്നറിയാമോ? ദൈവ സാന്നിധ്യം അവിടെ നിറയുന്നു എന്നുള്ളതിൻ്റെ സിമ്പലാണ്. അപ്പോൾ യെശയ്യാവ് കണ്ട ദർശനത്തിലും അത് തന്നെയാണ് കണ്ടത്. അവർ ആർക്കുന്ന ശബ്ദത്തിൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. ഹി സോ ഗോഡ്സ് പ്രസൻസ്. അതുവരെയും യെശയ്യാവിന് പ്രവചനമുണ്ട്, ശുശ്രൂഷയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഹി വാസ് നോട്ട് ഏബിൾ ടു റിയലി സെൻസ് ദി പ്രസൻസ് ഓഫ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. പലരും നമ്മുടെ കൂട്ടത്തിലും എല്ലാം ചെയ്യാൻ കഴിയും. നമുക്ക് പാടാനും പ്രസംഗിക്കാനും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം, ബിക്കോസ് വി ഹാവ് ബീൻ ടാലന്റഡ് വിത്ത് വേരിയസ് തിങ്സ്. എന്നാൽ യെശയ്യാവും 5-ാം അധ്യായം വരെ പ്രവചനം ചെയ്തില്ലെന്നല്ല പറയുന്നത്. 5-ാം അധ്യായം വരെ ഹി വാസ് ഏബിൾ ടു ഡു ഹിസ് മിനിസ്ട്രി. ബട്ട് ദിസ് വാസ് ദി വൺ പർട്ടിക്കുലർ മൊമെന്റ് ഹി സോ ദി പ്രസൻസ് ഓഫ് ദി ലോർഡ്. ദൈവത്തിന്റെ സാന്നിധ്യം കാണാനായിട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതൊരു കാര്യം കൂടെ എന്നെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉസിയാവ് മരിച്ചപ്പോൾ ഇനി ആരുമില്ലെന്ന് വിചാരിച്ചിരുന്ന സമയമുണ്ട്.
ഉസിയാവ് മരിച്ചപ്പോൾ ഇനി ആരും എന്നെ സഹായിപ്പാൻ ഇല്ല എന്ന് വിചാരിച്ചൊരു സമയമുണ്ട്. എന്നാൽ ഉസിയാവ് മരിച്ചപ്പോൾ ഇനി ആരും ഇല്ല എന്ന് തോന്നിയെടുത്ത് തനിക്കൊരു കാര്യം മനസ്സിലായി, അല്ല, എൻ്റെ അടുക്കൽ എൻ്റെ കർത്താവുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. പുക കൊണ്ട് നിറഞ്ഞെന്ന് പറഞ്ഞാൽ there is no any other space where I cannot see the smoke. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ആ പുക ഇല്ലാത്ത ഒരു സ്ഥലമില്ല. എവ്രിവെയർ ഐ കുഡ് സീ ദ പ്രസൻസ്. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ കടന്നു പോകുന്ന ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ, നമ്മൾ കടന്നു പോകുന്ന കൈപ്പേറിയ കാലഘട്ടത്തിൽ, നമ്മുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള മൊമെന്റ്സിൽ നമ്മൾ ഓർക്കും എവറിത്തിങ് ഇസ് ലോസ്റ്റ്. എനിക്കിനി ആരുമില്ല, എൻ്റെ ജീവിതത്തിൽ ഇനി ആരും എന്നോടൊപ്പം ഇല്ല, എൻ്റെ ആശ്രയമായിരുന്ന പലതും നഷ്ടപ്പെട്ടു, എൻ്റെ ജോലി ഒരുപക്ഷെ നഷ്ടപ്പെട്ട് കാണും, എൻ്റെ ഹല്ലേലൂയ എൻ്റെ നല്ല സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ട് കാണും, എൻ്റെ കരിയർ നഷ്ടപ്പെട്ട് കാണും, എൻ്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട് കാണും, എൻ്റെ മുന്നോട്ടുള്ള വളർച്ച നഷ്ടപ്പെട്ട് കാണും, എൻ്റെ സകലത് നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് തോന്നുമ്പോഴും പ്രൈസ് ദി ലോർഡ്, when we feel that Uzziah is no more with me എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ പ്രൈസ് ദി ലോർഡ് ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ നോക്കിയപ്പോൾ യെശയ്യാവിന് മനസ്സിലായി, നോ, ഐ ആം സ്റ്റിൽ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഐ കനോട്ട് എസ്കേപ്പ് ഫ്രം ദി പ്രസൻസ് ഓഫ് ദ ലോർഡ്. ആലയം പുക കൊണ്ട് നിറഞ്ഞിരുന്നു. എവിടെ ചെന്നാലും ഹി കുഡ് സീ ദി പ്രസൻസ് ഓഫ് ദാറ്റ് സ്മോക്ക്. ആ പുകയുടെ സാന്നിധ്യം തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സോ ഗോഡ് ഈസ് സ്റ്റിൽ present in our difficult situation. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും അവൻ കൂടെയുണ്ട്. യെശയ്യാവ് ഹി വാസ് വെരി ഡിസപ്പോയിൻറ്റഡ്. യെശയ്യാവ് വളരെ ഭാരപ്പെട്ടു. ഇനി ആരുണ്ടെന്ന്, ഇനി ആര് വരുമെന്ന്, ഇനി ആര് കൂടെ നിൽക്കുമെന്ന്. എന്നാൽ അവർ മനസ്സിലായി, ഇല്ല, ഈ ആലയം മുഴുവനും ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഐ ആം സ്റ്റിൽ ടാഞ്ചിബിൾ ടു ദി പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ അടുക്കൽ തന്നെ ഉണ്ട്. എൻ്റെ ദൈവ സാന്നിധ്യം എന്നെ എൻ്റെ അടുക്കൽ നിന്ന് എന്നെ വഴി നടത്തുന്നുണ്ട്. ഐ ആം സ്റ്റിൽ കൺട്രോൾഡ് ബൈ ദി പ്രസൻസ് ഓഫ് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യെശയ്യാവ് കണ്ടത്, പ്രൈസ് ദി ലോർഡ്, ഹി സോ ദ ഗോഡ്സ് പൊസിഷൻ ഹു ഈസ് എലവേറ്റഡ് സോ ഹൈ ദാൻ ദി എർത്ത്ലി കിങ്. ഈ ലോകത്തിൻ്റെ രാജാവിനെ കാട്ടിലും ഉയർന്നിരിക്കുന്ന ഒരു കർത്താവിനെ താൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, യെശയ്യാവ് കണ്ടു ദ ഗോഡ്സ് പേഴ്സണാലിറ്റി ഹു ഈസ് ഹോളി ഹോളി ഹോളി. ഈ ലോകത്തിൻ്റെ കാട്ടിലും ഏറ്റവും വിശുദ്ധിയിലായിരിക്കുന്ന ഒരു ദൈവത്തെ കണ്ടു. അതുകൊണ്ട് ഹി ലേൺഡ് ദാറ്റ് ഐ ഷുഡ് ബി ഓൾസോ ഹോളി. ഞാനും അതുകൊണ്ട് വിശുദ്ധനായിരിക്കണം. അവൻ വീണ്ടും കണ്ടു, ഇതെൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞ് എൻ്റെ അടുക്കൽ നിൽക്കുകയാണ്. ദ പ്രസൻസ് ഈസ് വെരി നിയർ ടു മീ. ദൈവ സാന്നിധ്യം എൻ്റെ അടുക്കലുണ്ട്. ഉസിയാവിൻ്റെ കൊട്ടാരത്തിലായിരിക്കാം, ഉസിയാവിനെ കാണെങ്കിൽ കൊട്ടാരത്തിൽ ചെല്ലണം. എന്നാൽ യെശയ്യാവിന് മനസ്സിലായി, ഇല്ല, ഉസിയാവിനെ കാട്ടിലും എൻ്റെ അടുക്കൽ നിൽക്കുന്ന ഒരുവനുണ്ട്. ഉസിയാവിനെ കാട്ടിലും എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരുവനുണ്ട്. ഐ കുഡ് ഫീൽ ദാറ്റ് പ്രസൻസ് ഓഫ് ദ ലോർഡ്. അതുകൊണ്ടാണ് 6ാമത്തെ വാക്യത്തിലെ 1ാമത്തെ വാക്ക് വളരെ സിഗ്നിഫിക്കൻ്റ്. ദൈവാത്മാവ് വെറുതെ അങ്ങ് എഴുതത്തില്ല. ഉസിയാവ് മരിച്ച ആണ്ട് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യെശയ്യാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യെശയ്യാവ് കണ്ടത് ഇന്ന് ഈ പകൽക്കാലം നാമും കാണണം. അതാണ് എൻ്റെ സന്ദേശത്തിൻ്റെ വലിയൊരു സത്തെന്ന് പറയുന്നത്. യെശയ്യാവ് കണ്ട ആ ദൈവത്തെ, ആ ഉയർന്നും പൊങ്ങിയുമുള്ള ദൈവത്തെ നമുക്ക് കാണണം. ഹി ഈസ് ദ വൺ ഹു റെയിൻ ഓൺ ഹൈ ആൻഡ് സ്റ്റിൽ ഇൻ കൺട്രോൾ, ആൻഡ് ദ വൺ ഗോഡ് ഹു ഈസ് ഹോളി, ആൻഡ് ഓൾസോ ദ വൺ ഗോഡ് ഹു ഈസ് ലൈവ്ലി പ്രസൻറ്റ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. മാത്രവുമല്ല, ഇത്രയും ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവം ഉണ്ടായപ്പോഴാണ് പ്രൈസ് ദി ലോർഡ് യെശയ്യാവിന് തന്നെക്കുറിച്ചുള്ളൊരു ചിത്രം കൂടി കാണാൻ കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, 5ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ ഇത് യെശയ്യാവിന് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? താൻ ഇപ്പോഴാണോ മനസ്സിലായത് എനിക്ക് ശുദ്ധിയില്ലാത്ത അധരമുണ്ടെന്നും ഞാൻ അരിഷ്ട മനുഷ്യനാണ്? യെസ്, എപ്പോഴാണോ ദൈവത്തിൻ്റെ റിയൽ പ്രസൻസിനെ അനുഭവിക്കാൻ കഴിഞ്ഞത് അപ്പോഴാണ് തൻ്റെ ശൂന്യതയും തൻ്റെ ജീവിതത്തിൻ്റെ പാപപങ്കുലതയും തൻ്റെ ജീവിതത്തിൻ്റെ റിയൽ പിക്ചർ തനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോഴാണ് വി കുഡ് ഏബിൾ ടു സെൻസ് അവർ റിയൽ കണ്ടീഷൻ. നമ്മുടെ വാസ്തവമായുള്ള നമ്മുടെ സാഹചര്യം നമുക്കറിയണമെങ്കിൽ കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് ഒരു സ്പെഷ്യലായിട്ട് ഇറങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ വെൻ വി ആർ മൂവിങ് ക്ലോസർ ടു ഗോഡ്, ഹി വിൽ റിവീൽ അവർ പ്രോബ്ലംസ്. നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതുവരെയും ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഞാനും ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, എനിക്ക് എല്ലാ കാര്യമുണ്ട്, ഞാൻ ചർച്ചിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ദശാംശം ഇടുന്നു, എല്ലാം ഉണ്ട്, ഐ എം ഓക്കെ എന്നുള്ള തോന്നുന്നത്. എന്നാൽ എപ്പോഴാണോ ദൈവ സാന്നിധ്യത്തിൻ്റെ അടുക്കലേക്ക് ആ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൻ്റെ ദർശനവും ആ പുക കൊണ്ട് നിറഞ്ഞ ആലയത്തിൽ പുക കൊണ്ട് നിറഞ്ഞതായ ആ വലിയ ലൈവ്ലി പ്രസൻസ് ഓഫ് ലോർഡ്, ദൈവത്തിൻ്റെ ആ തികഞ്ഞ സാന്നിധ്യം തന്നിലേക്കൊന്ന് വന്നപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരു യെശയ്യാവിനെ കുറിച്ചൊരു സന്തോഷം തോന്നിയത് ദൈവസാന്നിധ്യം ഉണ്ടായപ്പോഴാണ് തന്നെക്കുറിച്ച് തനിക്ക് മനസ്സിലായത്. എനിക്ക് സന്തോഷം തോന്നിയത് ഹി ഡിഡ്ന്റ് ക്രൈ ദാറ്റ് വൗ ഈസ് മൈ നെയ്ബർ, അയ്യോ എൻ്റെ അയൽവക്കക്കാരൻ എത്ര അരിഷ്ടനാണ്, അല്ലെ എൻ്റെ കൂടെ ഇരിക്കുന്നവൻ എത്ര ദുഷ്ടനാണ്, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവൻ എത്രയോ ദുഷ്ടനാണ് എന്ന് കരയുന്നതിന് പകരം താൻ കരഞ്ഞത് എന്താണ്? അയ്യോ ഞാനാണ്, ഐ ആം റോങ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു അനിഷ്ട മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ദൈവ സാന്നിധ്യം. വെൻ വി ആർ ക്ലോസർ ടു ഗോഡ്, ദെൻ ഗോഡ് വിൽ റിവീൽ അവർ പ്രോബ്ലം. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവനാണ് അരിഷ്ടതയെ, അവനാണ് കൊള്ളരുതാത്തവൻ, അവനാണ് ദുഷ്ടൻ, അവനാണ് പാപി, അവനാണ് ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്, ഞാൻ വലിയ വിശുദ്ധനും വലിയ ആളാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോഴാണ് വി വിൽ ഏബിൾ ടു സെൻസ് അവർ പ്രോബ്ലം. നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യത അപ്പോഴാണ് വെളിപ്പെട്ടു വരുന്നത്. ഉസിയാവ് മരിക്കുന്നിടം വരെയും ആ യെശയ്യാവിന് തോന്നിയില്ല ഞാനൊരു അരിഷ്ട മനുഷ്യനാണെന്ന്. ഉസിയാവ് മരിക്കുന്നിടം വരെയും യെശയ്യാവ് വാസ് വെരി ക്ലിയർ മാൻ. എന്നാൽ ഉസിയാവ് മരിച്ച് ദൈവ സാന്നിധ്യം വളരെ ടാഞ്ചിബിളായിട്ട് വളരെ അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഐ ആം റോങ്. ഞാൻ വൗ ടു മീ, വൗ ഇസ് മീ, ഞാനൊരു അരിഷ്ട മനുഷ്യൻ എന്ന് താൻ നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോ ഹി വാസ് ഏബിൾ ടു സെൻസ് ഹിസ് കണ്ടീഷൻ. എപ്പോഴാ? ദൈവത്തിൻ്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. വെൻ ഹി വാസ് ഏബിൾ ടു സീ ഗോഡ്സ് പ്രസൻസ്. അപ്പോൾ വി ഹാവ് ടു സെൻസ് വാട്ട് യെശയ്യാ സെൻസ്ഡ്. യെശയ്യാവ് എന്താണോ തിരിച്ചറിഞ്ഞത് അത് നമുക്കും ഈ പകൽക്കാലം ഞാനും അതാണ് തിരിച്ചറിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ എൻ്റെ കുറവ് എനിക്കൊന്ന് വെളിപ്പെടുത്തണമേ. നിൻ്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കുറവുകളെ നീ ഒന്ന് വെളിപ്പെടുത്തണമേ. നിൻ്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ശൂന്യത വെളിപ്പെടുത്തണമേ. ഞാൻ എവിടെയാണ് പോരായ്മ ഉള്ളവനായി ഇരിക്കുന്നത് അതെനിക്കൊന്ന് വെളിപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അതുമാത്രവുമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹി ഓൾസോ സെൻസ് ദാറ്റ് ഐ ഷുഡ് ബി ക്ലെൻസ്ഡ്. അതല്ലേ അടുത്ത വാക്യം, 6-ാമത്തെ വാക്യം വായിക്കുന്നത്, അല്ല 5 തന്നെ വായിച്ചാട്ട്. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള. അത് കേൾക്കുമ്പോൾ എനിക്ക് വീണ്ടും ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ ആളാണ് 5-ാം അധ്യായം വരെ പ്രവചിച്ചുകൊണ്ടിരുന്നത്. അടുത്തത്, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. എന്റെ കണ്ണ് ആ രാജാവിനെ, സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടു. ഇതുവരെ ഞാൻ കണ്ടോണ്ടിരുന്ന സൈന്യങ്ങളുടെ യഹോവയായ രാജാവല്ല, ഈ ഭൂമിയിലെ രാജാവായ ഉസിയാവനെയാണ്. എന്നാൽ ഉസിയാവ് മരിച്ചപ്പോഴാണ് ഐ കുഡ് സീ ദ റിയൽ ഓൾമൈറ്റി ഗോഡ്. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. സോ യെശയ്യാവിന് മനസ്സിലായി, ദ റിയൽ സെൻസ് ദാറ്റ് റിയലി സെൻസ്ഡ് ഇൻ മൈ
difficult condition is I was able to see the God, the Almighty God. അടുത്തത് 6-ാമത്തെ വാക്ക്. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തനിക്ക് വായിൽ തൊടുവിക്കാനായിട്ട് തന്നെ ശുദ്ധി ചെയ്യാൻ കൂടി ഒരു അവസരം അവിടെ ഉണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ദൈവം നമ്മുടെ പ്രോബ്ലം മാത്രമല്ല കാണിക്കുന്നത്, ഹി ഓൾസോ റിവീൽസ് ദി റെമഡി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ അരിഷ്ട മനുഷ്യനാണെന്ന് ദൈവത്തിന് മുമ്പാകെ നമുക്ക് ബോധ്യം വരും. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ കുറവുകൾ. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മൾ ഒത്തിരി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം, എടാ നീ ഇന്നാൾ ഇങ്ങനെ പറഞ്ഞത് കാര്യമില്ല. അപ്പോൾ ഒത്തിരി കുറവുകൾ എൻ്റെ ജീവിതത്തിൽ എന്നോട് വെളിപ്പെടുത്തും. പല വിഷയത്തിൽ നമ്മൾ അന്ന് ഓക്കെ എന്ന് വിചാരിച്ച പല കാര്യങ്ങൾ അല്ല, അത് ഓക്കെ അല്ല എന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ എത്രത്തോളം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോഴാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ യെശയ്യാവിന് മനസ്സിലായി ഞാൻ അരിഷ്ട മനുഷ്യനാണെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയുടെ വലിയൊരു ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത്, ഹി ഓൾസോ പ്രൊപ്പോസ് എ ക്ലെൻസിങ്, അല്ലെങ്കിൽ ഹി ഓൾസോ പ്രൊപ്പോസ് എ റെമഡി. അവിടെ എന്താ, ഒരു ദൂതൻ വന്നിട്ട് ഒരു തീക്കനലെടുത്തിട്ട് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് അവൻ്റെ നാവിൽ തൊടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഡസ് നോട്ട് പോയിന്റ് അവർ സിൻ. നമ്മുടെ പാവം നമ്മളെ കാണിച്ചിട്ടും ദൈവം മാറി നിൽക്കുകയല്ല, ദൈവം അത് പരിഹരിക്കാനുള്ള മാർഗം കൂടി ഒരുക്കി തരും. അതാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ നടന്നത്. എൻ്റെയും നിങ്ങളുടെയും പാപം ഇതാണെന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമുക്കൊരു ക്ലെൻസിങ് തന്നു. നമുക്കൊരു വലിയ ശുദ്ധീകരണം തന്നു. ഇവിടെ ദൂതൻ വന്നിട്ട് തീക്കനലിൽ നിന്ന്, അപ്പോൾ ദൂതൻ സാറാഫുള്ളോരത്തിന് യാഗപീഠത്തിൽ നിന്ന്, യാഗപീഠം എന്താണ്, അവിടെ ഒരു വലിയ സാക്രിഫൈസ് നടക്കുന്ന സ്ഥലമാണ്. യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അതെൻ്റെ വായ്ക്ക് എന്ത് ചെയ്തു, തൊടിപ്പിച്ചു. യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനലെടുത്തു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു യാഗപീഠത്തിൽ ഒരുവൻ അറുക്കപ്പെട്ടിരുന്നു. അവൻ്റെ രക്തം എൻ്റെ മേൽ തളിച്ചപ്പോൾ, ഇവിടെ യെശയ്യാവിൻ്റെ മേൽ അവൻ്റെ നാവിൽ ഒരു തീക്കനൽ തൊടിയിപ്പിച്ചപ്പോൾ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രക്തത്തിൻ്റെ ചൊരിച്ചിൽ, ആ രക്തം നമ്മുടെ മേൽ തളിച്ചപ്പോൾ നമ്മൾ ശുദ്ധിയുള്ളവനായി മാറി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ യെശയ്യാവിന് ഹി കുഡ് സെൻസ് ദി ക്ലെൻസിങ് പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ അനുഭവം അന്ന് തനിക്ക് ബോധ്യപ്പെട്ടു. യെശയ്യാവ് ഒരിക്കലും റിജക്റ്റ് ചെയ്തില്ല. ഞാൻ എൻ്റെ നാവിന് ഒരു കുഴപ്പമില്ല, ഞാൻ പ്രവചിക്കുന്ന ആളല്ലേ, ദൂത് പറയുന്ന ആളല്ലേ, പ്രസംഗിക്കുന്ന ആളല്ലേ, എനിക്കൊരു തെറ്റും എൻ്റെ ഭാഗത്ത് ഐ ആം റൈറ്റ് എന്നല്ല. ഹി വാസ് ഏബിൾ ടു ക്ലെൻസ് ഹിംസെൽഫ്. അവനെ ശുദ്ധീകരിക്കാനായിട്ട് തയ്യാറായി. അതാണ് ഈ പകൽക്കാലം വി നീഡ് ടു സെൻസ് വാട്ട് യെശയ്യാവ് ഓൾസോ സെൻസ്ഡ്. ഞാൻ കുറവുള്ളവനാണെന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം പ്രിയപ്പെട്ടവരെ. നമ്മൾ പെർഫെക്റ്റ് അല്ല, നമ്മൾ ഒരിക്കലും തികഞ്ഞവനല്ല. നമ്മൾ പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും എല്ലാം ചെയ്യുന്നവനായിരിക്കാം. ഞാനൊരു ദൈവദാസൻ എന്ന നിലയിൽ പലപ്പോഴും ഞാൻ എന്നോട് തന്നെ കൂടെ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, കർത്താവേ എന്നിൽ ബലഹീനതയുണ്ട്, എന്നിൽ കുറവുണ്ട്, ഐ ആം നോട്ട് പെർഫെക്റ്റ്. എപ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുന്ന ഒരു വാക്കിതാണ്, കർത്താവേ എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. ഐ കൺഫസ് that I am not a perfect man. ഞാനൊരു പൂർണ്ണനല്ല, കർത്താവേ എൻ്റെ ബലഹീനതയിൽ ദൈവകൃപ പകരപ്പെടണമേ. So that is what something that we all need. കർത്താവേ എന്നിൽ കുറവുണ്ട്, എൻ്റെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ കുറവുണ്ട്, വ്യക്തികളോടുള്ള ബന്ധത്തിൽ എൻ്റെ കുറവുണ്ട്, എൻ്റെ ചിന്തയിൽ കുറവുണ്ട്. What I think is wrong, what I mean is wrong, what I say is wrong. ഞാൻ പറയുന്നത് തെറ്റാണ്, ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണ്, ഞാൻ ആലോചിക്കുന്നതെല്ലാം തെറ്റുകൾ അതിനകത്തുണ്ട്. കർത്താവേ ക്ലീൻ മീ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. This was the sense of the great prophet Yeshaya.
രാജ്യത്തുടനീളം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന, രാജകൊട്ടാരത്തിൽ വളരെ സ്വീകാര്യനായിരുന്ന, രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന, രാജാവ് ബഹുമാനിച്ച് അവന് സകല അധികാരവും കൊടുത്തിരുന്ന, സകല രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും രാജാവിൻ്റെ മുദ്ര കൊണ്ട് ചെന്ന് പ്രവചിക്കാൻ നിയോഗം ലഭിച്ച റോയൽ പ്രോഫറ്റ്. പക്ഷെ ദൈവസാന്നിധ്യം വന്നപ്പം പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ടനാണ്, ക്ലീൻ മീ, ക്ലെൻസ് മീ, എന്നെ ഒന്ന് ശുദ്ധി ചെയ്യണമേ. ആ ദൈവ സാന്നിധ്യം തന്നെയാണ് നാമും ആഗ്രഹിക്കേണ്ടത്. ആ ദൈവത്തിൻ്റെ മുന്നിലേക്ക് തന്നെയാണ് നാമും ഇന്ന് ഈ പകൽക്കാലം ചെന്നെത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അത് നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, ഒരു ദൂതൻ തീക്കനലാണ് കൊണ്ടതെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ്റെ രക്തത്താൽ ശുദ്ധീകരണം നൽകി. വി നീഡ് ടു ജസ്റ്റ് കൺഫസ്. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി. അവസാനത്തെ ഒരു കാര്യം കൂടെ പറയാം. We need to say what Isaiah said. Praise the Lord. 3 കാര്യങ്ങളാണ് ഞാൻ ഇതിനോടകം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. We need to see what Isaiah saw. യെശയ്യാവ് കണ്ടത് നമ്മളൊന്ന് കാണണം. We need to sense what Isaiah sensed. Finally, we need to say what Isaiah. എന്താണ് യെശയ്യാവ് പറഞ്ഞത്? അപ്പോൾ യെശയ്യാവിൻ്റെ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ പറയുന്ന വാക്ക് അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ. He said, I am available. Praise the Lord. ഇതുവരെയും താൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് ഈ രാജ്യത്താണ്. Praise the Lord. എന്നാൽ as soon as Isaiah got his heart clean, തൻ്റെ ഹൃദയം ക്ലീൻ ആയപ്പോൾ, he hears the God's call to service. അപ്പോഴാണ് ശുശ്രൂഷയ്ക്കുള്ള വിളി കേട്ടത്. എന്നെ വളരെ ചിന്തിപ്പിച്ച്, അതുവരെ താൻ ചെയ്തത് ശുശ്രൂഷയല്ല. ഇറ്റ് വാസ് സംതിങ്, ഹി വാസ് ഡൂയിങ് എ റോയൽ ഡ്യൂട്ടി. ഒരു പ്രത്യേക നിലയിൽ താൻ അങ്ങ് പോവുകയാണ്. എന്നാൽ ഇപ്പോഴാണ് ദൈവത്തിന് തൻ്റെ സർവീസ് ആവശ്യമായി വന്നത്. ഇപ്പോഴാണ് ദ റിയൽ സർവീസ് മിഷൻ തൻ്റെ ഉള്ളിലേക്ക് ദൈവം കൊടുക്കുന്നത്. അവിടെയാണ് വലിയ കോൾ ദൈവം കൊടുക്കുന്നത്. ആരിനിയും പോകും. അപ്പോൾ യെശയ്യാവ് എൻ്റെ ശുശ്രൂഷകളിലൊക്കെ എന്നെ ഡ്രാസ്റ്റിക്കലി ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗം ഇതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതല്ല എന്താണ്? നോ, ഐ ആം ജസ്റ്റ് ഡൂയിങ് ഒരു പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റിയലി വെൻ ഐ ആം റിയലി ക്ലെൻസ്ഡ് ആൻഡ് ഗോഡ് ഹാസ് ബീൻ കോൾഡ് മീ, ദൈവം എന്നെ എപ്പോഴാണോ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുമ്പോഴാണ് ദൈവം റിയലി ഒരു ഓൾട്ടർ കോൾ തരുന്നത്. ഇനി ആര് പോകും? പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് പറഞ്ഞില്ല, അയ്യോ ഐ വിൽ കണ്ടിന്യൂ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഞാൻ ചെയ്തോളാം, ഞാൻ അത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, വളരെ ഫ്രഷായിട്ട് യെശയ്യാവ് പറയാണ്, ഐ ആം റെഡി. So Isaiah hears the call of Lord's service. ദൈവത്തിൻ്റെ വേലയ്ക്ക് ശുശ്രൂഷയ്ക്കുള്ള വിളി വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, യെശയ്യാവ് പറയാണ്, ഹിയർ ഐ ആം, എന്നെ അയക്കണമേ. ഹിയർ ഐ ആം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഡൗൺ ടൈം ഇസ് ഓവർ. ഉസിയാവ് മരിച്ച എൻ്റെ ദുഃഖം മാറി. ഉസിയാവ് മരിച്ചപ്പോൾ എൻ്റെ ശൂന്യത ഉണ്ടായിരുന്നു, അത് മാറി. Now I am ready for the service. Now I am ready for God's mission. എൻ്റെ ജീവിതത്തിൽ ഒരു താഴ്ച ഉണ്ടായി, എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടായിരുന്നു. that time I was really happy. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു താഴ്ചയുണ്ടായി. ഉസിയാവ് മരിച്ചു. എന്നാൽ ആ താഴ്ചയിൽ നിന്ന് എനിക്കൊരു ദൈവവിളി ഉണ്ടായി. ഇപ്പോഴാണ് I am ready to do your service. Praise the Lord. ദൈവം തന്നോട് സംസാരിച്ചപ്പോൾ he was signifying that he was over the death of Uzziah. ഉസിയാവിൻ്റെ മരണത്തിൻ്റെ മുകളിൽ താൻ കിടക്കുകയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, തനിക്ക് മനസ്സിലായി, there is an altar of sacrifice. ഒരു വലിയ യാഗത്തിൻ്റെ യാഗപീഠം എൻ്റെ മുന്നിലുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ മുമ്പിൽ സകല ബഹുമാനവും സകല പുകഴ്ചയും കൊടുക്കേണ്ട ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലും താഴ്ചകൾ വരുമ്പോൾ, നിരാശകൾ വരുമ്പോൾ, ദൈവം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മളും ദൈവത്തിന് മുമ്പാകെ പറയേണ്ട ഒരു കാര്യം എത്രയേ ഉള്ളൂ, ലോർഡ് ഐ ആം റെഡി, ഐ ആം അവൈലബിൾ, നിനക്ക് വേണ്ടി ഞാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എന്നെക്കുറിച്ച് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്?
ഐ ആം റെഡി ഫോർ ദാറ്റ്. ദൈവത്തിൻ്റെ മുന്നിൽ അടിയൻ ഇതാ എന്ന് പറയുക മാത്രമല്ല യെശയ്യാവ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അവിടെ നോക്കിക്കേ, കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് താൻ പറഞ്ഞപ്പോൾ he was ready to agree with what God is trying to say. എന്ന് പറഞ്ഞാൽ ഐ ആം എഗ്രീബിൾ, ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. തൻ്റെ അവൈലബിലിറ്റി മാത്രമല്ല യെശയ്യാവ് പറഞ്ഞത്, താൻ ദൈവശബ്ദം കേട്ടിട്ട് അതിനോട് യേസ് പറയാൻ കൂടിയാണ് തയ്യാറായത്. Praise the Lord. I am here to do what you want and I am willing to do what you want. നീ ആഗ്രഹിക്കുന്നത് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ്. ഐ ആം എഗ്രി ടു ഡു വാട്ട് യു സേ. എന്നെ അയക്കണം, ഞാൻ പോയിട്ട് എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കാമെന്നല്ല. നീ പറയുന്നത് ചെയ്യാൻ പ്രൈസ് ദി ലോർഡ് ഞാൻ റെഡിയാണ്. ഐ ആം എഗ്രിബിൾ ടു എവറിത്തിങ്. ഒരു കോൺട്രാക്റ്റിൽ പ്രൈസ് ദി ലോർഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും നോക്കാതെ സൈൻ ചെയ്യുന്നത് പോലെ യെശയ്യാവ് പറയുകയാണ്, ദൈവശബ്ദം കേട്ടിട്ട് ഐ ആം റെഡി. ഐ ആം നോട്ട് ലുക്കിംഗ് ഇൻ ടു വാട്ട് ആർ ദി പാക്കേജസ്, അതിൻ്റെ ഓഫേഴ്സ് എന്താണ്, ഇതൊന്നും ഞാൻ നോക്കുന്നില്ല. വൺ തിങ് ഐ ആം എഗ്രി ടു വാട്ട് യു ഡിമാൻഡ്. നമുക്കറിയാമല്ലോ, ചില വലിയ വലിയ ബോണ്ടുകളൊക്കെ സൈൻ ചെയ്യുമ്പോൾ അവസാനം നമ്മുടെ ഒരു ഭാഗത്തുണ്ട് ഐ എഗ്രി എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്തിട്ട് അവിടോട്ട് നമ്മുടെ സിഗ്നേച്ചർ ഇടണം. എന്താ പറഞ്ഞാൽ ആ മേളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വായിച്ചു നോക്കി, എല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ അവസാനം എഗ്രി ചെയ്യാന്ന്. എന്നാൽ ഇവിടെ ദൈവം അങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്നും പറഞ്ഞില്ല. ദൈവശബ്ദം കേട്ടിട്ട് എനിക്ക് ആരെ അയക്കേണ്ടു എന്നുള്ള ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ യെശയ്യാവ് പറയാണ് ഐ ആം റെഡി. സോ ദാറ്റ് മീൻസ് ഹി ഈസ് എഗ്രിബിൾ ടു എവറി കണ്ടീഷൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ എല്ലാ കണ്ടീഷൻസിനോടും താൻ വളരെ സ്വീകാര്യനായി തീരുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുകയാണ്, കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വി ഡോണ്ട് നീഡ് ടു ഡിമാൻഡ് എനിത്തിങ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി നമുക്കൊരു ഡിമാൻഡ് വെക്കാനില്ല. കർത്താവെ, നീ എന്നെ സ്നേഹിച്ചതിന് പകരമായി ഐ ഡോണ്ട് ഹാവ് എനി ഡിമാൻഡ് ടു പ്ലേസ്. ഐ ആം എഗ്രിബിൾ ടു ഡു വാട്ട് യു വാണ്ട്. നീ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. നീ ചെയ്യുന്നത് ചെയ്യാനായി ഞാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പറയുന്നത് അതേപടി അനുസരിക്കാനായി. ഹല്ലേലൂയ. ഇറ്റ് ഈസ് നോട്ട് ലോർഡ് ഈസ് ആസ്കിങ് us to make ourselves available. More than availability, he is also asking to be agreeable to every demands of God. ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നാം എഗ്രിബിൾ ആണോ എന്നുള്ളതുകൂടെ ദൈവം നോക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ വാസ്തവമായി അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെയിൽസിൽ ഉണർവുണ്ടാകാനായിട്ട് കേവലം ഒരു 15 വയസ്സുകാരി ദൈവം മുമ്പാകെ എടുത്ത തീരുമാനമാണ്. ഐ ആം റെഡി. ഐ ലവ് ജീസസ്. ഐ ആം റെഡി. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ വി നീഡ് ടു സേ വാട്ട് യെശയ്യാവ് സെഡ്. യെശയ്യാവ് പറഞ്ഞത് തന്നെയാണ് നമ്മുടെ അധരത്തിലും പറയേണ്ടത്. കർത്താവേ, ഐ ആം അവൈലബിൾ, ഐ ആം എഗ്രിബിൾ. ഞാൻ അവൈലബിൾ ആണ്. നീ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്താനായിട്ട് പോവുകയാണ്. ദൈവമുമ്പാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. യെശയ്യാവിന് there was a time pre to Uzziah and there was a time post to Uzziah. The pre-Uzziah time was something very human oriented. എന്നാൽ the post Uzziah period is the time of God oriented. Praise the Lord. അവിടെയാണ് ദൈവശബ്ദം കേട്ടിട്ട് തനിക്ക് തന്നെ മനസ്സിലായി ഞാനൊരു കുറവുള്ളവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാൻ. ആർ വി റിലയിങ് ഓൺ എനി ഓഫ് ദി ഹ്യൂമൻ ഇൻ്റർഫിയറൻസ്? അല്ല, മനുഷ്യൻ്റെ ആശ്രയങ്ങൾ മാറിപ്പോകും. മനുഷ്യൻ്റെ ആശ്രയം നമുക്ക് ശാശ്വത പരിഹാരം തരത്തില്ല. എന്നാൽ നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. Until and unless we are able to rely on God's position, we are not able to finally come into His presence. So Yeshayahu, he was able to understand the God's position.
എന്താണ്, ഉയർന്ന സിംഹാസനത്തിലിരിക്കുന്ന ഒരുവനുണ്ട്. ഹി വാസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് പേഴ്സണാലിറ്റി, ദൈവത്തിൻ്റെ വ്യക്തിത്വം, പരിശുദ്ധനായ ഒരു ദൈവം. അതോടൊപ്പം തന്നെ സർവ്വവ്യാപിയായ, സർവ്വയിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവത്തെ തനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് യെശയ്യാവിന് മനസ്സിലായത്, ഞാനൊരു അരിഷ്ട മനുഷ്യനാണ്, എൻ്റെ ജീവിതത്തിൽ കുറവുണ്ട്. ഐ ആം ടു ബി ക്ലെൻസ്ഡ്, ഞാൻ ശുദ്ധീകരിക്കപ്പെടണം. ശുദ്ധീകരിച്ച യെശയ്യാവിൻ്റെ അധരത്തിൽ നിന്ന് വന്ന വാക്കാണ് ഐ ആം റെഡി, ഐ ആം റെഡി. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നാം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ബേബി ജോൺ അങ്കിൾ ചുരുക്ക വാക്കുകളിൽ പ്രാർത്ഥിച്ചാണ്.